ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ, രാവിലത്തെ ജോലികളൊക്കെ മക്കൾ സ്കൂളിൽ പോകുന്നവരാണെങ്കിൽ അവരൊക്കെ പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കാം. അതേപോലെ തന്നെ ജോലിക്ക് പോകുന്ന അമ്മമാരാണെങ്കിൽ അവരെ ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളത് കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഒരു ദിവസം രാവിലെ തുടങ്ങാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു ദിവസം ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു ഉന്മേഷവും ഉഷാറും ഒക്കെ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ നമ്മൾ മാക്സിമം നോക്കേണ്ടത് തലേന്ന് കുറച്ച് നേരത്തെ ഉറങ്ങിയിട്ട് നേരത്തെ എണീക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ആകുമ്പം നമ്മുടെ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലോട്ട് വന്നിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് ചായ വെച്ച് കൊടുക്കും കേട്ടോ. ചായ ഉണ്ടാക്കിയെടുക്കലാണ് പതിവ്. അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കിയെടുക്കും. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെള്ളപ്പമാണ്, അതുപോലെ മുട്ട പുഴുങ്ങിയിട്ടുള്ള ഒരു മുട്ടക്കറിയും കൂടി വെക്കാനാണ് കേട്ടോ ഒരുങ്ങുന്നത്. അപ്പോൾ കോഴിമുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. ചായ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം മക്കൾക്കുള്ളത് ചൂടാറാൻ വേണ്ടിയിട്ട് പാർന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ ഉച്ചയ്ക്കുള്ള ലഞ്ചിനുള്ള അരി നല്ല പോലെ കേകിയെടുക്കുകയാണ് കേട്ടോ. ചെങ്കടയത്തെ അരി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ തീമലിടണം കേട്ടോ. ഇത് അത്യാവശ്യം വേവുള്ള അരിയാണ്. പിന്നെ അധികം റൈസ് കുക്കറിലാണ് കേട്ടോ അരിയും കാര്യങ്ങളൊക്കെ ചോറ് വെക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അരി നല്ല പോലെ കേകിയെടുക്കണം. ഇത് അത്യാവശ്യം നല്ല വേവുള്ളതായതുകൊണ്ട് തന്നെ കേൾക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞാൻ എല്ലാ പരിപാടിയും എന്താ പറയുക ഒറ്റയടിക്ക് തീരണം എന്നുള്ള ഒരു മനോഭാവത്തിലാണ് കേട്ടോ എല്ലാം റെഡിയാക്കി എടുക്കുന്നത്. രാവിലത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പോലെ ബിസി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ ബിസിയൊക്കെ മടിയൊക്കെ പിടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും റെഡി ആവില്ല കേട്ടോ. ആ ഒരു പ്രോപ്പറായ ടൈമിന് നമുക്ക് ഈ കാര്യങ്ങളൊന്നും ചെയ്ത് തീർക്കാൻ കഴിയില്ല. അങ്ങനെ ഇതാ ഞാൻ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് അരി കഴുകിയെടുക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് നേരത്തെ പറഞ്ഞല്ലോ മുട്ടക്കറിയാണെന്നുള്ളത്. അതിലേക്കുള്ള തേങ്ങയൊക്കെ ഒന്ന് അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ വേഗം അരിയൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ആദ്യം ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ കഴുകിയെടുക്കും. അതിന് ശേഷമാണ് പിന്നെ സാധാ വെള്ളത്തിൽ നല്ല പോലെ ഒരു 2-3 പ്രാവശ്യം കഴുകിയെടുക്കും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ തന്നെ അരി നല്ല വൃത്തിയായിട്ട് കിട്ടിക്കോളും. അങ്ങനെ അരി കൈകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ അടുപ്പത്തേക്ക് വെള്ളം നല്ല പോലെ തിളച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പിന്നെ റൈസ് കുക്കറിൽ അങ്ങോട്ട് ഒരു തള വന്നു കഴിഞ്ഞാൽ പിന്നെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചാൽ പിന്നെ നമ്മളെ പണിയൊക്കെ ഏകദേശം കഴിയുമ്പോഴേക്കും ചോറും റെഡി ആവും കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കുള്ള ലഞ്ചും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അങ്ങനെ ഇതാ ഞാൻ ചോറിനുള്ള അരിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറി ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ, രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറി. അപ്പോൾ അതാ ചീൻചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പില ഇട്ടിട്ട് അവിടെ പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിനിടയിൽ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർക്കാം. ഈ ഒരു തേങ്ങയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. പിന്നെ കോഴിമുട്ട നല്ല പോലെ കുക്കറിൽ ഒരൊറ്റ വിസിലടിച്ച് തന്നാൽ നല്ല പോലെ തന്നെ പുഴുങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് കുക്കറിൽ അങ്ങോട്ട് പുഴുങ്ങിയെടുക്കുക. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കോഴിമുട്ട പുഴുങ്ങലും കാര്യങ്ങളൊക്കെ നടക്കും കേട്ടോ. അങ്ങനെ കോഴിമുട്ട പുഴുങ്ങിയത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഒരു 4 കഷ്ണമാക്കിയിട്ട് കട്ട് ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറിയിലേക്ക് നേരിട്ടിട്ട് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും കേട്ടോ ഒരു കറിക്ക്. പത്തിരിക്കായിക്കോട്ടെ വെള്ളപ്പത്തിനായിക്കോട്ടെ നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു കറി. അങ്ങനെ കോഴിമുട്ട രണ്ടും ഞാൻ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നേരെ ഇതുപോലെ 4 കഷ്ണമാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മളെ കറി നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. നേരെ കോഴിമുട്ട കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൽ കടന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളച്ചെടുത്താൽ മതി കേട്ടോ. എന്നാൽ പിന്നെ നമ്മളെ കറി റെഡി ആവുമേ. ഇനി നമ്മളെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു റൂട്ടീന് നമുക്ക് ആവശ്യമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് തലേന്ന് തന്നെ കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാം. ഇതിനനുസരിച്ചിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചെയ്തു പോവാം. അങ്ങനെ ആകുമ്പോൾ തന്നെ നമ്മുടെ പണികളൊക്കെ പെട്ടെന്ന് തീരും കേട്ടോ. മാക്സിമം നമ്മൾ വിചാരിച്ചാലേ നമ്മളെ കാര്യങ്ങളൊക്കെ തീർക്കാൻ പറ്റുള്ളൂ. മടി എന്ന് പറയുന്ന സംഭവം അങ്ങോട്ട് മാറ്റി വെക്കുക. അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് ജോലികളൊക്കെ നല്ല രീതിയിൽ തന്നെ തീർക്കാൻ തോന്നും. പിന്നെ നമുക്ക് ചെയ്യാൻ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഒരു 10 മിനിറ്റ് ആയാലും 20 മിനിറ്റ് ആയാലും നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ടൈമില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ടൈം ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ ജോലികളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് നല്ല ആ ഒരു റൂട്ടീനോട് കൂടിയിട്ട് തന്നെ തീർക്കുക. അതിന് ശേഷം നമുക്ക് കിട്ടുന്ന ആ ഒരു ഫ്രീ ടൈം ഉണ്ടല്ലോ, ആ ഫ്രീ ടൈമിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. നമ്മളിങ്ങനെ മടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫ്രീ ടൈമും കിട്ടില്ല, നമ്മളെ പണികളായിട്ട് തീരുമില്ല കേട്ടോ. അങ്ങനെ ഇന്ന് ഉച്ചയ്ക്കുള്ള ലഞ്ചിന് കാബേജിൻ്റെ ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ അത് ഇന്ന് കട്ട് ചെയ്തിട്ട് വേഗം ചോപ്പറിലിട്ടിട്ട് അങ്ങോട്ട് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തലേന്ന് കട്ട് ചെയ്തെടുക്കാം. തലേന്ന് രാത്രിയാണ് കേട്ടോ എനിക്ക് കാബേജും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ നമുക്ക് തലേന്ന് രാത്രി അങ്ങനെ കട്ട് ചെയ്യാനൊന്നും ടൈം കിട്ടിയിട്ടില്ല. ഇടയിലാണ് കേട്ടോ ചോറ് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നേരെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നേരെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണയും കടുകും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് പൊട്ടിച്ചെടുക്കാം. കുറച്ച് കാബേജ് ഉണ്ടല്ലോ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ചോപ്പർ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിക്ക് തന്നെ കട്ട് ചെയ്യാനും എല്ലാത്തിനും എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ചോപ്പർ ഇല്ലാത്തവർ അധികം വിലയൊന്നും ആവില്ല കേട്ടോ. മീഷോന്നൊക്കെ നമുക്ക് ഓർഡർ ചെയ്താൽ മതി. ഞാനിത് മീഷോന്ന് കുറഞ്ഞൊരു 100 സംതിങ് ആ ഒരു റേറ്റിനാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചോപ്പറൊക്കെ വാങ്ങുക, അല്ലെങ്കിൽ തലേന്ന് ഇതുപോലെ എന്താ പറയുക വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചാലും മതി കേട്ടോ. അങ്ങനെ കേബേജിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പച്ചമുളകും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ നല്ല പോലെ ഒന്ന് അടച്ച് വെച്ചാൽ നമ്മുടെ കേബേജിൻ്റെ ഉപ്പേരി റെഡി ആവും കേട്ടോ. അതവിടെ റെഡി ആവട്ടെ. അപ്പോഴേക്കും ഞാൻ നേരെ നമ്മളെ വെള്ളപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഈസ്റ്റേൻ്റെ ആയിട്ടുള്ള ആ ഒരു പൊടി വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം നന്നാവും എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഞാൻ ഒരു അരമണിക്കൂർ, ഒരു മണിക്കൂറിൻ്റെ അടുത്ത്, ഒരു 3/4 മണിക്കൂറെങ്കിലും നമ്മൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏതായാലും ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഉള്ളൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പുറത്ത് ആയിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെയൊരു സംഭവം വരുന്നുണ്ട് കേട്ടോ. ഒരു എന്താ ബ്രൗൺ കളറിൽ. അത് എനിക്ക് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഇതിന് മുന്നേ ചുട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഇത്ര വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് തീയേറിയിട്ടാണോ എന്താണെന്നുള്ളതൊന്നും അറിയില്ല. അങ്ങനെ വെള്ളപ്പും ചുടലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. എന്നിവിടെ വെള്ളപ്പും കാര്യങ്ങളൊന്നുമല്ല, ഇൻസ്റ്റൻ്റായിട്ടുള്ള ആ ഒരു പൊടിയും കാര്യങ്ങളൊന്നും വാങ്ങലുമില്ല. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് പൂതിയാവുമ്പോൾ മാത്രമാണ് കേട്ടോ. ഇവിടെ മക്കൾക്ക് വെള്ളപ്പം ഇഷ്ടമാണ്. പക്ഷേ എന്നൊന്നും അങ്ങനെ വെള്ളപ്പം ഉണ്ടാക്കാറില്ല. എപ്പോഴെങ്കിലും നമ്മൾ വെള്ളപ്പത്തിൻ്റെ ആ ഒരു പൊടി വാങ്ങിയിട്ടാണ് ഇട്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മൾ മാവ് അരച്ചിട്ടുണ്ടാക്കും. അങ്ങനെ മോൻക്ക് മദ്രസയിലേക്ക് പോകേണ്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളപ്പവും അതുപോലെ കോഴിമുട്ടൻ്റെ കറിയും കൊടുത്തിട്ടുണ്ട്. അവൻ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. അതിനിടയിൽ എൻ്റെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അവന് ഒരു 7:45 ആകുമ്പോഴാണ് മദ്രസ തുടങ്ങുക. അതുകൊണ്ട് തന്നെ പിന്നെ അവനൊരു 7 ആകുമ്പോൾ ഇവിടുന്ന് പോകും കേട്ടോ. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് തന്നെ എൻ്റെ ഏകദേശം ഉച്ചയത്തെ കാര്യങ്ങളും രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിയും. പിന്നെ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. പറഞ്ഞാൽ ക്ലീനിങ് കഴിയുമ്പോഴേക്കും എൻ്റെ ചോറ് വരെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. ചോറ് നല്ലപോലെ വേവുള്ള അരിയായതുകൊണ്ട് തന്നെ ക്ലീനിങ് അങ്ങോട്ട് കഴിയുമ്പോഴേക്ക് ചോറും അങ്ങോട്ട് റെഡി ആയിക്കോളും. പിന്നെ അത് സ്ഥലമെനക്കെട് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ പാത്രത്തിൽ നിന്നും ആ ഒരു സംഭവം വേറെ ചെറിയ പാത്രത്തിലേക്ക് മാറ്റി വെച്ചാൽ മതി. ഇനി മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്, അടിച്ചു വരാനും തുടക്കാൻ, പിന്നെ ഈ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാൻ കേട്ടോ. ഇത്ര പണിയേ ഇനി ഉണ്ടാവുള്ളൂ. ഏകദേശം ഒരു 9 മണിയാകുമ്പോഴേക്ക് എൻ്റെ എല്ലാ ജോലികളും കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ ഫ്രീ ആയിട്ടോ. പിന്നെ അതിനുള്ള ടൈം എന്തെങ്കിലും ബുക്ക് വായിക്കലോ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിങ്ങോ കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. പുതിയൊരു വീഡിയോ കാണാം. ബൈ, അസ്സലാമു അലൈക്കും.